പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്ത് നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂട്ടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവെ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവരിത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും, ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കദേമുസ് ആണ്. നിക്കദേമുസ് കർത്താവിൻ്റെ ഈ ഭർത്താവിനെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കദേമുസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിന്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാവോ? അതായത് ആത്മാവിലും ജനിക്കണം. ആത്മാവും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥം. ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്. എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തിൽ വരേണ്ടത്, ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല, കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണിപ്പോൾ. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമുസ് പറയണത്. എന്താ പറയണത്? യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ ഈ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഈ രണ്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയണത് ഈ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം. വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയണത് ഇതിനെ, ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു
പ്രോസസ്സ് എന്ന് പറയുന്നത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാമെന്നാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തിലേക്ക് നമ്മൾ പോവുകയില്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ഇപ്പോൾ പെന്തക്കോസ്ത് യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നെന്താണ് പറയുന്നത്, ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ച് കൊണ്ട് ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിനെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത് യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുക. ടെൻഷനൊന്നും വേണ്ട. അടുത്ത ക്ലാസ് മറ്റേ ഉടമ്പടിയുടെ ക്യൂവിൽ നിൽക്കണം, അങ്ങനത്തെ ടെൻഷനൊന്നും ആവശ്യമില്ല. ഇത് നിങ്ങളും ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇതിൽ ഇത്രയും മാത്രം മതി. ഉടമ്പടി എന്താ? ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. അത് 2 കൊരിന്ത്യർ 5:17 ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ട് മാറും. അതാണ്, അത് ബോധ്യമാണ്. വെറുതെ ഒരു ബോധ്യമില്ലാതെ പോയി കുറേ ഫോം ഫില്ല് ചെയ്ത് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതിൽ ജോഷുവ 24:14 പറയുന്ന പോലെ ദൈവത്തെ സേവിക്കണമെങ്കിൽ അത് ആത്മാർത്ഥതയോടും പിന്നെ അത് സ്നേഹത്തോടും ആത്മാർത്ഥയോട് സിൻസിയറായിരിക്കണം.
വിശ്വസ്തയോടെ, സിൻസിയറിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തെ സേവിക്കുന്നത് ആത്മാർത്ഥതയും വിശ്വസ്തയോടെ. ഇല്ലാതെ എപ്പോൾ എൻ്റെ ചാൻസ് വരും, അവിടെ പോയില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല, പിന്നെ രണ്ടാമത് ബാച്ചിലായി പോവും, അതൊന്നുമില്ല കാര്യം. ദൈവത്തിനെ അറിയാം. നിങ്ങൾക്ക് ദൈവത്തിനെ മനസ്സിലാക്കണം, ആ ഒരു ബോധ്യമാണ് ആവശ്യം. വേറെ ചിന്തയൊക്കെ വിട്ട് ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ഒന്ന് ചേരാനാണ് ഉള്ളൊരു ബോധ്യം വേണം. അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എപ്പോഴും ഓർക്കണം. പുറപ്പാട് 20:24 പറയുന്നത്, എന്നെ ഓർക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ തന്നെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. അപ്പോൾ അതൊക്കെ ബോധ്യമുള്ളവർക്കാണ് ആ അനുഭവം കിട്ടുക. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ഓർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ദൈവം വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ കുറേ പേർക്ക് ഈ കുറ്റബോധം, ഗിൽട്ട് ഫീലിംഗാണ്, അത് പാവമാണ്. ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ കുറേ പാവം ചെയ്തു പോയി, ദൈവം എന്നെ നോക്കുക. അതൊന്നുമില്ല. മത്തായി 9:13 പറയുന്നത്, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പാപികളെയാണ് ഞാൻ പാപികളെ സ്നേഹിക്കുക. കാര്യം എന്താ? പാവം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നതാണ് ദൈവം? ഇല്ല. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ പാപികളായിട്ടില്ല കാണുന്ന ദൈവം, നമ്മളെ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവത്തിനെ കാണുക. പക്ഷേ മക്കൾ സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അത് വിടിയിക്കാനാണ് ദൈവം വന്നത്, അതിനെ വിളിക്കാനാണ് വന്നത്. അപ്പം നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ ദൈവം, ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. ഈശോയുടെ കണ്ണിൽ നമ്മളെ പാപങ്ങളില്ല കാണുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്നുള്ളതാണ് ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. അപ്പോൾ ഉടമ്പടിയിലും നമ്മൾ വചനം വായിക്കണം, അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ശക്തി അനുഭവപ്പെടാനാണ്. ദൈവത്തിൻ്റെ ശക്തി അത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. ആത്മാവിൽ ശക്തി ഇറങ്ങി വരുമ്പോൾ അത് കൃപയായിട്ട് മാറും. കൃപ കൊണ്ടാണ് നമുക്ക് അനുദപിക്കാൻ സാധിക്കുക, നന്മ ചെയ്യാൻ സാധിക്കുക, തിന്മ വിടാൻ സാധിക്കുക, ജീവിതത്തിൻ്റെ അടിമത്വം, പാവത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുന്നു. അപ്പോൾ എപ്പോഴും ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ ശക്തി വചനം വായിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കണം. ബൈബിൾ വായിക്കാൻ സാധിക്കാത്തവർ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, അത് കൃപയുടെ കുറവ് കൊണ്ടാണ്. കൃപ എല്ലാവർക്കും ദൈവം സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ശക്തിപ്പെടുക. അപ്പോൾ അത് ആഗ്രഹിക്കണം, അത് ബോധ്യത്തോടെ. വെറുതെ ഒരു ചടങ്ങായിട്ട് മാറ്റരുത്. ഇത്രയും ഒരു ഫോർമുലയായിട്ട് ഇത്രയും പ്രാർത്ഥന കാലത്തെ 5:30 മണിക്ക് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി, പിന്നെ വൈകുന്നേരം ചൊല്ലി, കുറച്ച് പത്രം നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് എങ്ങനെയും ആ പത്രം കൊടുത്ത് തീർക്കുക, 18 പത്രം കൊടുത്ത് തീർക്കുക, ഒന്നുമില്ല. ഒരേ പത്രം കൊടുക്കുമ്പോഴും ആൾക്കാരെ ആർക്കാണ് ഇങ്ങനെ പത്രം കൊടുക്കുന്നോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ച്, ഈശോയെ നീ അയക്കുന്നവർ എൻ്റെ അടുത്ത് വരണം, നീ അയക്കുന്നവർ മാത്രം എൻ്റെ അടുത്ത് വരാവൂ, അവരെൻ്റെ കണ്ണിൽ കാണിച്ചു തരണം, ഞാൻ അവർക്ക് പത്രം കൊടുക്കും. നിന്നെ തന്നെയാണ് കൊടുക്കുന്നത്, അവർക്ക് വിശ്വാസത്തെയാണ് അമ്മ കൊടുക്കുന്നത്, ഈശോയിനുള്ള ബോധ്യത്തെയാണ് അമ്മ കൊടുക്കുന്നത്. അപ്പോൾ അവരോട് 2 വാക്ക് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, പേടിക്കൊന്നും വേണ്ട. ഇത് കൊടുക്കുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും, ആൾക്കാരെന്ത് ചെയ്യും, ഒന്നുമില്ല.
അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പ്രതികരിച്ചാലോ നിങ്ങൾക്ക് അപമാനം കിട്ടിയാലോ അത് ഈശോ അറിഞ്ഞുകൊണ്ടാണ്, അത് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നെ പ്രതി നിങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ, സഹനം അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, എൻ്റെ വചനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില പ്രതികൂല അനുഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പ്രതികൂലം, പക്ഷേ ദൈവത്തിന് അത് അനുകൂലമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ സിമ്പിളാണ്. ദൈവം വലിയ കോംപ്ലിക്കേറ്റ് ഒന്നുമില്ല. നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റ് ആക്കിയ പ്രാർത്ഥനാ കാര്യം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് എന്തോ വലിയ കാര്യമാണ്. ദൈവം എന്നിലിരുന്ന് അകന്നിരിക്കുകയാണ്. ഈശോ കുരിശിൽ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നേക്കാളും എനിക്ക് വേണ്ടിയിട്ടാണ്, ഒറ്റപ്പെട്ട എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നുള്ളൊരു ബോധ്യം വേണം. അപ്പോൾ ഈ ലോകത്ത് നമ്മളെങ്ങനെ കാണണമെന്നില്ല വിഷയം. ലോകം നമ്മളെങ്ങനെ കാണുന്നു, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ഉണ്ടാവും, അതിലൊന്നും വലിയ കാര്യമില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, ദൈവം അതാക്കി തീർക്കും. നമ്മൾ അനുവദിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ചെറുപ്പത്തിലെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ജോലിയെക്കുറിച്ച് ആലോചിക്കും. മെഡിക്കൽ റെപ്പ് നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചോദിക്കും. അത് കിട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടായി, പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ആട്ടോ എങ്കിലും ഓടിച്ചാൽ മതി എന്ന് ആട്ടോ പിടിച്ചാൽ അത് സാധിച്ചില്ല. എനിക്ക് കയ്യൊക്കെ വിറയ്ക്കണം, 3 വീലുള്ള കൊണ്ട് അത് ഓടിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ട്രെയിൻ ചെയ്തിട്ട് അത് വിട്ട് ഞാൻ. പിന്നെ ഞാൻ റെയിൽവേ ടെസ്റ്റ് എഴുതും. അത് കുറേ എനിക്ക് പ്രാർത്ഥനയൊന്നും അറിയില്ല. ഒരു ചെറിയ ബൈബിളുണ്ട്, അത് വെച്ച് മാതാവിനോട് അമ്മയോട് സംസാരിക്കുന്ന പോലെ, എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് റെയിൽവേയിൽ TTR ജോലി അത് കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരായ ഞാൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഈ TTR ജോലിക്ക് വേണ്ടി ഞാൻ ടെസ്റ്റ് എഴുതി. വലിയ ആഗ്രഹത്തിൽ, വലിയ സ്വപ്നമായിരുന്നു. അതിനെക്കുറിച്ച് സ്വപ്നം കാണും. ആ കോട്ടൊക്കെ, കറുത്ത കോട്ടൊക്കെ ഇട്ട്. ഇന്നലെ TTRനെ കണ്ടപ്പോൾ അതാ ഓർത്തത്. ട്രെയിനിൽ വന്നപ്പോഴേ ഞാൻ ഇതൊക്കെ സ്വപ്നം കണ്ടതല്ലേ ഇത്. പക്ഷേ നമ്മളൊക്കെ സ്വപ്നം പരിമിതിയുണ്ട്, ലിമിറ്റുണ്ട്, ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വപ്നം വേറെയായിരുന്നു. അത് എവിടേക്കോ എത്തിച്ച് ദൈവം ഇന്ന് അവിടെ. അപ്പോൾ നമ്മളുടെ പല ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് തോന്നും ഇത് കിട്ടിയ വലിയ ഭാഗ്യമാണ്, വലിയ കാര്യമാണെന്ന്. അതൊക്കെ ചെറുതാണ്, പൊട്ടിയാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അതിനേക്കാളും അപ്പുറമാണ്. അത് നിനക്ക് മനസ്സിലാകില്ല. ഇപ്പോൾ അത് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം കുറച്ച് കാലം. അതിനുള്ള അവസരമാണ് ഈ ഉടമ്പടി ചേർന്ന് നിൽക്കാനുള്ളത്. ദൈവം നിന്നെ ആക്കി തീർക്കും. ദൈവത്തിനുള്ള സ്വപ്നം ഹൃദയത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഹാബുക്ക് 1:5 ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നത് നീ ആരോടെങ്കിലും പറഞ്ഞാലോ അവരാരും വിശ്വസിക്കില്ല. അതാണ് ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ കുറേ വലിയ കൊട്ടാരം പണിയും ഇല്ല, ഈ ലോകം കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ തരും, അതൊന്നും ആവശ്യമില്ല. നമുക്ക് കൊട്ടാരമൊക്കെ കിട്ടിയിട്ട് എന്തിനാ? നമ്മൾ ഈ വലിയ വലിയ ബംഗ്ലാവ് പണിഞ്ഞിട്ട് അവിടെ പോയി കിടന്നിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി സന്തോഷം, സമാധാനമാണ്. സ്വർഗം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അത് ദൈവത്തിൻ്റെ കൂടെ എവിടെയാണെങ്കിലും, ഇന്നലെ ഒരു സഹോദരി ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വന്ന അതിനൊരു കേസായിട്ട് റിമൈൻഡ് ചെയ്ത്, അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ വന്ന് അവിടെ കോയമ്പത്തൂർ വന്നത്. അപ്പോൾ അതിനെന്താ കാര്യമെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ബെയില് റിജക്റ്റ് ചെയ്ത്, ബെയില് കിട്ടിയില്ല. അപ്പോൾ സറണ്ടറായി കഴിഞ്ഞാൽ അവർ റിമൈൻഡ് ചെയ്യും, അകത്താവും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ അതിനോട് പറഞ്ഞ്
എവിടെ പോയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്താ കാര്യം? കൊട്ടാരത്തിൻ്റെ അകത്ത് നീ വലിയ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്, നീ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ഫലം? നീ റോട്ടിലാണ് കിടക്കണത്, പക്ഷെ അടുത്ത് നിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിൻ്റെ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. അതാണ് നീ ആഗ്രഹിക്കേണ്ടത്. ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൊന്നാണ്, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ആ ഒരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാം ലഭിക്കും, ഇങ്ങനെ വേണം, മൊത്തം വേണം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മളെ ആവശ്യം തന്നെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ആവശ്യം എന്താണെന്ന് ദൈവത്തിനറിയാം. അത് ദൈവം നിനക്ക് തരും. നിനക്ക് നിൻ്റെ ആവശ്യങ്ങളൊക്കെ, എൻ്റെ ആവശ്യം TTR ആയിരുന്ന ഒരു ആട്ടോ ആയിരുന്നു, ആട്ടോയുടെ ഡ്രൈവറായിരുന്നു. അതൊക്കെ അന്ന് എൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നു എൻ്റെ ആവശ്യം ഇല്ല. ദൈവത്തിനറിയാം. നമ്മൾ പലപ്പോഴും ഇപ്പം ചോദിക്കുന്ന ഒന്നും നമ്മളെ ആവശ്യമായിരിക്കില്ല. അത് നമുക്ക് വലുതായിട്ട് തോന്നും, അതൊരു സ്വപ്നമായിരിക്കും.